ഇത് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഭാഗത്തായിരുന്നോ ഈ മണ്ണിടിച്ചിലുണ്ടായത്? നമ്മുടെ പെർമിഷനോട് കൂടിയല്ല, ഏതോ പ്രൈവറ്റ് പാർട്ടി ചെയ്തതാണ്. ഞാൻ ഏതായാലും മിനിസ്റ്റർ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ ഒപ്പം തന്നെ കളക്ടർക്ക് വിളിച്ച് വേണ്ട ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കർശനമായി നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്തതിന്റെ പുറകുഭാഗത്തായിട്ടാണ് വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് വീണത്. അത് ഇത്രയും ദിവസമായിട്ട് ശ്രദ്ധയിൽ വന്നിരുന്നില്ലേ? പെർമിഷൻ ഒക്കെ ജിയോളജി എന്നാണല്ലോ എടുക്കുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് അല്ലേ കൊടുക്കുന്നത്. ഓക്കെ, നഗരസഭയുടെ ശ്രദ്ധയിൽ വന്നിരുന്നില്ല? ഇല്ല, ഇത് നമ്മളെടുത്ത് ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അനുമതിയില്ലാതെയാണ് അവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് ആരാണ് അതിന് പിന്നിലെന്ന് സംബന്ധിച്ച് കർശനമായിട്ട് നടപടി എടുക്കാൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിലവിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ വീണ്ടും വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ? തഹസിൽദാർ വരുന്നുണ്ട്, വില്ലേജ് ഓഫീസർ സ്പോട്ടിലുണ്ട്. ഞാനിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടർ ഇപ്പം എത്തും. നമ്മള് ആളപായമൊന്നും നിലവിലില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആളുകൾ ചുറ്റുമുണ്ട്, എല്ലാവരും പാനിക്കാണ്. നമ്മള് വേണ്ട നടപടികൾ എന്തായാലും കർശനമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഡയറക്ഷൻ കൊടുക്കും. അങ്ങനെ ഒരു മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള ഒരു സ്ഥലമാണോ അത്? ഇതുവരെ ഉണ്ടായിരുന്നില്ല, മുൻപുണ്ടായിട്ടില്ല. അതിന് തൊട്ടടുത്ത് 2 പ്രോപ്പർട്ടി വർക്ക് നടക്കുന്നുണ്ട്, അവിടെയൊന്നും ഒരു ഇഷ്യൂ ഇല്ല. അല്ല, നേരത്തെ അവിടെ നിന്ന് ഒരാൾ പറയുന്നുണ്ടായിരുന്നു 2018 മറ്റോ വലിയൊരു സ്ലൈഡിംഗ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. അത് കേരളം ഫുള്ളായിട്ടുണ്ടായിരുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഇടിച്ചിലൊന്നും ഒന്നുണ്ടായിരുന്നില്ല. അവര് പ്രളയത്തെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഈ സ്ഥലത്ത് വലിയ രീതിയിൽ കടകളും സ്കൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇല്ലില്ല, സ്കൂളൊന്നും ഇല്ല. ഇത് ആളൊഴിഞ്ഞൊരു ഏരിയയാണ്. ഇതിന്റെ മോൾ ഭാഗത്തായിട്ടാണ് സ്കൂൾ വരുന്നത്. ഏറ്റവും മുകളിലാണ് സ്കൂൾ വരുന്നത്. തൊട്ടടുത്ത് തന്നെ പാണക്കാട് താങ്കൾ കുടുംബം മുനിസിപ്പാലിറ്റിക്ക് സൗജന്യമായിട്ട് ഹെൽത്ത് സെന്റർ നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ശരി ശരി, അവിടെ എത്തിയോ? അപകട സ്ഥലത്ത് എത്തിയോ? അതെ, നടന്നുകൊണ്ടിരിക്കുന്നു. 2 മിനിറ്റ്. ഓക്കെ, ശരി, താങ്ക് യു റിൻഷ. യെസ്, ജംഷീർ തുടരുന്നുണ്ട്. ജംഷീർ, അവിടെ അനുമതിയില്ലാതെ, നഗരസഭയുടെ അനുമതിയോ അറിവോ ഇല്ലാതെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്നാണ് നഗരസഭ ചെയർപേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ മണ്ണെടുത്ത ഭാഗത്തിന് മുകളിലായിട്ടല്ലേ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്? ലൈൻ കമ്മിങ് തുടരുതേ, ആ ലൈൻ ഉണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ നഗരസഭാ കൗൺസിലറുമായി സംസാരിച്ചപ്പോൾ അനുമതിയില്ലാതെയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ആ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ മണ്ണിടിഞ്ഞത്. അതിനപ്പുറം ഇപ്പോൾ ഒന്നും തന്നെ മണ്ണിടിച്ചിട്ടില്ല. അത് അശാസ്ത്രീയമായി നിർമ്മാണ പ്രവർത്തനം നടത്തിയതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് ഇത് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ കൂടുതൽ ഉദ്യോഗസ്ഥർ, അതായത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ JCB ഉൾപ്പെടെയുള്ളവ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം വലിയ തരത്തിലാണ് മണ്ണും കല്ലും പതിച്ചിരിക്കുന്നത്. അത് നീക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയും മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. ലൈൻ ഇനിയും മണ്ണിടിയാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ മണ്ണും കല്ലും എല്ലാം കൂടെ ഈ വൈദ്യുതി പോസ്റ്റും തകർത്ത് റോഡിലൂടെ കടലുണ്ടി പുഴയിലേക്ക് വലിയ ശബ്ദത്തിൽ പതിക്കുകയായിരുന്നു. നിരവധി ആളുകൾ നിൽക്കുന്ന സമയത്താണ്, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നമ്മളെല്ലാവരും ഉള്ള സമയത്താണ് ഓടി വളരെ വേഗത്തിൽ ഓടിയതിനാലാണ് വലിയ ദുരന്തം ഒഴിവായതെന്ന് പറയേണ്ടിയിരിക്കുന്നു. നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തഹസിൽദാർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഭവ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം എത്തുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ഒരു അനധികൃതമായിട്ടുള്ള നിർമ്മാണത്തിന്റെ പരിണിത ഫലം ഇപ്പോൾ മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. കാരണം യാതൊരു വിധത്തിലും നിർമ്മാണത്തിന് വീണ്ടും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് വലിയ രീതിയിൽ മുകൾ ഭാഗത്തുനിന്ന് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. സംസ്ഥാന പാതയിലാണ് മണ്ണിടിച്ചിൽ. ഇപ്പോൾ ആവശ്യത്തിന് ക്രമീകരണങ്ങൾ, മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുകയാണ്. JCB എത്തിച്ചേർന്നിട്ടുണ്ട്. മണ്ണ് നീക്കാനുള്ള പ്രവൃത്തികളിലേക്കൊക്കെ കടക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഈ ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കും മടങ്ങിയ താമിയുടെ വേലയ്ക്ക് ശേഷം.